ആലപ്പുഴ അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ നാമനിർദ്ദേശ പത്രിക നൽകി. ഏകദേശം ഒരേ സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകാൻ കളക്ടറേറ്റിലെത്തിയ കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികൾ പരസ്പരം കെട്ടിപ്പുണർന്ന് സ്നേഹം പങ്കിടുകയും ചെയ്തു. അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് എന്നോടൊപ്പം ഉള്ളത്. എന്താണ് ഇങ്ങനൊരു മത്സരത്തിന് കാരണം? അമ്പലപ്പുഴ ഡിവിഷനിൽ ഉറപ്പായും മുസ്ലിം ലീഗ് പാർട്ടി UDFിൻ്റെ ഭാഗമായി നിന്ന് മത്സരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത്. എന്നാൽ രാവിലെ ആയപ്പോൾ ആ ചിത്രം മാറി. UDF കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് അവകാശപ്പെട്ട അർഹമായ സീറ്റ് മുന്നണി മര്യാദയിൽ പാലിക്കപ്പെടേണ്ട കോൺഗ്രസ് നൽകാത്തത് വന്നതുകൊണ്ടാണ് ഈ അവസാന സമയത്ത് നോമിനേഷൻ നൽകേണ്ടി വന്നത്. എങ്കിൽ തന്നെയും UDFിൻ്റെ സംസ്ഥാന ഘടകം ഇടപെട്ട് ഈ സീറ്റിൽ ഉറപ്പായും മുസ്ലിം ലീഗ് പാർട്ടി തന്നെ മത്സരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് നിർബന്ധമാണ് ഉറപ്പായും. കാരണം അതൊരു മുന്നണി മര്യാദയാണ്. 23 സീറ്റുള്ള ഒരു ജില്ലാ പഞ്ചായത്തിൽ ഈ മുന്നണിയുടെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ ജില്ലയിൽ ഒരു സീറ്റ് ആവശ്യപ്പെടുക എന്നുള്ളത് അനർഹമായ ഒരു കാര്യമായി ഞങ്ങളാരും കണക്കാക്കപ്പെടുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട്. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു പൂർണ്ണമായ തീർപ്പുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അമ്പലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് എന്നോടൊപ്പം ഉള്ളത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. എന്താണ് UDFിന് 2 കാൻഡിഡേറ്റ്? ഇല്ല, അങ്ങനെ വരില്ല. തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും UDFിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒറ്റ സ്ഥാനാർത്ഥിയായിരിക്കും. വലിയ പ്രതീക്ഷയാണുള്ളത്. അമ്പലപ്പുഴ തിരിച്ചുപിടിക്കാൻ കഴിയും. ഒന്നായി തന്നെ പോകും. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് വിശ്വാസം. വളരെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ലീഗ് വലിയ വാശിയിലാണ്. ഒരു സീറ്റെങ്കിലും അവർക്ക് വേണമെന്നാണ് അവർ പറയുന്നത്. ഇതെല്ലാം പാർട്ടി നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ടത്. അമ്പലപ്പുഴയിലും പുന്നപ്പുറയിലും ഒക്കെ ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് കരുതാനാകില്ല. കാരണം പഞ്ചായത്തിലതിൽ എൻ്റെ പഞ്ചായത്തിലടക്കം അമ്പലപ്പുഴയിലടക്കം ലീഗിന് ആദ്യമായി തന്നെ അവിടെ ഒരു സീറ്റ് തവണ ഒരു അക്കൗണ്ട് ഓപ്പൺ. ഞങ്ങൾ അതിനുവേണ്ടി വിജയിക്കുന്നൊരു സീറ്റ് തന്നെയാണ്. ഞങ്ങളതിനുവേണ്ടി ഒറ്റക്കെട്ടായാണ് ലീഗിൻ്റെ പ്രാദേശിക സ്ഥാനാർത്ഥിയോടൊപ്പം സ്ഥാനാർത്ഥിത്വം ലീഗിന് നിർണ്ണയിച്ച് അന്ന് മുതൽ ഓടിപ്പോയ ഓടി നടന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് അവരാർക്കും വ്യക്തിപരമായ സ്ഥാനാർത്ഥിയോടൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം നന്നായിട്ട് ഇറങ്ങും. ഒറ്റ സ്ഥാനാർത്ഥിയായിരിക്കും, വിജയിക്കും. അപ്പോൾ എന്തായാലും നിലവിൽ 2 സ്ഥാനാർത്ഥിയുണ്ട്. സംസ്ഥാന നേതൃത്വമൊക്കെയായി ഉള്ള ചർച്ചയിൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ജില്ലാ നേതൃത്വം പറയുന്നത്. ബോഡിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.